പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6ൻ്റെ ചാപ്റ്റർ 5ലെ അടുത്ത പോർഷനാണ്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അതുപോലെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളൊരു ചാപ്റ്ററിൻ്റെ വീഡിയോ കാണുമ്പോൾ ആദ്യത്തെ വീഡിയോസ് തൊട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇടയ്ക്ക് നിന്ന് ഏതെങ്കിലും പോർഷനാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല കേട്ടോ. എപ്പോഴും ഒരു ചാപ്റ്ററിൻ്റെ ആദ്യത്തെ വീഡിയോസ് തൊട്ട് നിങ്ങൾ കാണുക. പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നോക്കി അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് യൂസിങ് പ്രൈം ഫാക്ടറൈസേഷൻ ടു ചെക്ക് ഈഫ് ടു നമ്പേഴ്സ് ആർ കോപ്രൈം. രണ്ട് നമ്പേഴ്സ് കോപ്രൈം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്യുന്നു. അപ്പം കോപ്രൈം എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ് കോപ്രൈം. കോപ്രൈം എന്ന് വെച്ചാൽ 1 മാത്രം കോമൺ ഫാക്ടറായിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ കോപ്രൈം എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ് us again take the numbers 56 and 63. ഇത് കോപ്രൈംസ് ആണോ എന്ന് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? നമ്മളിവിടെ രണ്ട് നമ്പേഴ്സിൻ്റെയും പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു. 56നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ 2 × 2 × 7 എന്ന് കിട്ടും. 63യെ ചെയ്താൽ 3 × 3 × 7 എന്ന് കിട്ടും. അപ്പോൾ നോക്കിയേ, വി സി ദാറ്റ് 7 ഈസ് എ പ്രൈം ഫാക്ടർ ഓഫ് 56 ആസ് വെൽ ആസ് 63. Therefore 56 and 63 ആർ നോട്ട് കോപ്രൈംസ്. അപ്പോൾ ഇവിടെ രണ്ടിനകത്തും എന്ത് വന്നിട്ടുണ്ട്? 7 പ്രൈം ഫാക്ടറായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് 56ഉം 63ഉം എന്തല്ല? കോപ്രൈം അല്ല. മനസ്സിലായല്ലോ? അപ്പോൾ കോമൺ ഫാക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയുള്ള നമ്പേഴ്സ് അല്ല? കോപ്രൈം നമ്പേഴ്സ് അല്ല. അതായത് കോമൺ ഫാക്ടേഴ്സ് വരാൻ പാടില്ല. ഇനി നോക്കി 80ഉം 63ഉം എടുത്താൽ 80യുടെ പ്രൈം ഫാക്ടറൈസേഷൻ 2 × 2 × 2 × 2 × 5. 63യുടേത് 3 × 3 × 7. ഇതിനകത്ത് കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല അല്ലേ? കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ നമ്പർ കോപ്രൈം നമ്പേഴ്സ് ആണ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്ത് രണ്ട് നമ്പേഴ്സ് കോപ്രൈം നമ്പേഴ്സ് ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? രണ്ട് നമ്പേഴ്സിൻ്റെയും പ്രൈം ഫാക്ടറൈസേഷൻ എഴുതുക. അതിനകത്ത് കോമൺ ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് ഒന്നുമില്ല എങ്കിൽ, അതായത് പ്രൈം ഫാക്ടേഴ്സ് ഒന്നുമില്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം? രണ്ട് നമ്പേഴ്സും കോപ്രൈം നമ്പേഴ്സ് ആണ് എന്ന് നമുക്ക് പറയാം. Therefore we can say that if there are no common prime factors, then the two numbers are coprimes. ഇനി നമുക്ക് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. കൺസിഡർ 40 and 231. Their prime factorization are as follows. അപ്പോൾ 40യുടേത് 2 × 2 × 2 × 5. 231 is 3 × 7 × 11. രണ്ടിനും നോക്കിയേ, ഇതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് 2ഉം 5ഉമാണ്. ഇതിൻ്റെത് 3ഉം 7ഉം 11ഉമാണ്. രണ്ടിനും കോമൺ ആയിട്ട് പ്രൈം ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 40യും 231ഉം കോപ്രൈം ആണ് എന്ന് നമുക്ക് പറയാം. ഇനി അടുത്ത നോക്കിയേ, 242ഉം 195ഉം. ഇതിനും ഫാക്ടേഴ്സ് 2 × 11 × 11. ഇതിൻ്റെത് 3 × 5 × 13. ഇവിടെയും കോമൺ ആയിട്ട് പ്രൈം ഫാക്ടേഴ്സ് ഒന്നുമില്ല. അതുകൊണ്ട് എന്ത് പറയാം? 242ഉം 195ഉം കോപ്രൈം നമ്പേഴ്സ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ രണ്ട് നമ്പേഴ്സ് കോപ്രൈം നമ്പേഴ്സ് ആണോ എന്ന് പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്ത് ചെക്ക് ചെയ്യുമ്പോൾ എന്തുമാത്രം ശ്രദ്ധിച്ചാൽ മതി? കോമൺ പ്രൈം ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. കോമൺ പ്രൈം ഫാക്ടേഴ്സ് ഇല്ല എങ്കിൽ അത് കോപ്രൈം നമ്പേഴ്സ് ആയിരിക്കും. ഇനി നമ്മൾ യൂസിങ് പ്രൈം ഫാക്ടറൈസേഷൻ ടു ചെക്ക് ഇഫ് വൺ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ അനദർ. അപ്പോൾ ഒരു നമ്പർ വേറൊരു നമ്പറുമായിട്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിക്കുന്നു. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. We can say that if one number is divisible by another, the prime factorization of the second number is included in the prime factorization of the first number. അപ്പോൾ സെക്കൻഡ് നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ഫസ്റ്റ് നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ ഇൻക്ലൂഡഡ് ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? വൺ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ അനദർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ നോക്കിയേ, 48 ഈസ് ഡിവിസിബിൾ ബൈ 12 ബിക്കോസ് വെൻ വി ഡിവൈഡഡ് 48 by 12 ദ റിമൈൻഡർ ഈസ് 0. അപ്പോൾ ലോങ് ഡിവിഷൻ ചെയ്യാതെ ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? 48ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 48 എന്ന് പറയുന്നത് 2 ×
24 ആണല്ലേ. അപ്പോൾ നമുക്ക് 48നെ ഒന്ന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. 2 കൊണ്ട് ചെയ്യുമ്പോൾ 24 വരും. എഗെയിൻ 2 കൊണ്ട് ചെയ്യുമ്പോൾ 12 വരും. എഗെയിൻ 2 കൊണ്ട് ചെയ്യുമ്പോൾ 6, 2, 3 ഇങ്ങനെ വരും അല്ലേ. അതായത് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3. അടുത്തത് 12. 12നെ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് വരും. അപ്പോൾ അതാ നോക്കിയേ, സെക്കൻഡ് നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ത് വന്നു? 2 ഇൻറ്റു 2 ഇൻറ്റു 3. അത് ഫസ്റ്റ് നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ ഇൻക്ലൂഡഡ് ആണ്. കണ്ടോ, 2 ഇൻറ്റു 2 ഇൻറ്റു 3 എവിടെയുമുണ്ട്? 48ൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിലുമുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 48 ഈസ് ഡിവിസിബിൾ ബൈ 12 എന്ന് നമുക്ക് പറയാം. നോക്കിയാൽ ഈസ് 168 ഡിവിസിബിൾ ബൈ 12. ഫൈൻഡ് ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് ബോത്ത്. അപ്പോൾ 168 12 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കണം. അപ്പോൾ നോക്കിയാൽ 168ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 7 എന്ന് കിട്ടും. 12ൻ്റെ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് കിട്ടും. ഈ പ്രൈം ഫാക്ടറൈസേഷൻ ഫസ്റ്റ് നമ്പറിൽ ഇൻക്ലൂഡഡ് ആണോ? 2 ഇൻറ്റു 2 ഇൻറ്റു 3 എവിടെയുണ്ട്? 168ൻ്റെ പ്രൈം ഫാക്ടറൈസേഷനകത്തുണ്ട് അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 168 ഈസ് ഡിവിസിബിൾ ബൈ 12 എന്ന് നമുക്ക് പറയാം. ഓക്കെ, നോക്കിയേ, 168നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 12 കിട്ടും. 12 ഇൻറ്റു 14 എന്ന് എഴുതാം. 7ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 14 വരും. അടുത്തത് 7 ഈസ് 75 ഡിവിസിബിൾ ബൈ 21. അപ്പോൾ 75ൻ്റെ പ്രൈം ഫാക്ടേഴ്സ് എഴുതിയാൽ 3 ഇൻറ്റു 5 ഇൻറ്റു 5 എന്ന് കിട്ടും. 21ൻ്റെത് എഴുതിയാൽ 3 ഇൻറ്റു 7 എന്ന് കിട്ടും. അപ്പോൾ സെക്കൻഡ് നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ആയ 3 ഇൻറ്റു 7 ഫസ്റ്റ് നമ്പറിലുണ്ടോ? ഇല്ല, 3 മാത്രമേ ഉള്ളൂ, 7 ഇൻക്ലൂഡഡ് അല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തല്ല? ഡിവിസിബിൾ അല്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 75 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 21 എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തത് ഈസ് 42 ഡിവിസിബിൾ ബൈ 12. അപ്പോൾ 42നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ 2 ഇൻറ്റു 3 ഇൻറ്റു 7 എന്ന് കിട്ടും. 12നെ ചെയ്താൽ 2 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് കിട്ടും. ഇവിടെയും നോക്കിയേ, ഇവിടെ പ്രൈം ഫാക്ടേഴ്സ് 2ഉം 3ഉം 7ഉമാണ്. ഇവിടെ 2ഉം 3ഉം ഉണ്ട്. പക്ഷെങ്കിൽ എന്താണ്? ഇവിടെ 2 ടൈംസ് ഉണ്ട്. 42ൽ 2 1 ടൈമേ ഉള്ളൂ. ഇവിടെ 3 1 ടൈം ഉണ്ട്. ഇവിടെയും 1 ടൈം ഉണ്ട്. പക്ഷെങ്കിൽ 12ൽ 2 ടൈംസ് ഉണ്ട്. പക്ഷെങ്കിൽ 42ൽ 2 1 ടൈമേ ഉള്ളൂ. അപ്പോൾ സെക്കൻഡ് നമ്പറിലുള്ള പ്രൈം ഫാക്ടേഴ്സ് എത്ര ടൈംസ് ഉണ്ടോ അത്രയും ടൈംസ് എവിടെയും കാണണം? ഫസ്റ്റ് നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിലും കാണണം. എത്ര നമ്പേഴ്സ് ഉണ്ടോ അത് മുഴുവൻ ഫസ്റ്റ് നമ്പറിലും കാണണം. എന്നാൽ മാത്രമേ നമുക്ക് ഡിവിസിബിൾ ആണ് എന്ന് പറയാനായിട്ട് സാധിക്കൂ. അപ്പോൾ ഇവിടെ 12ൽ 2 ടൈംസ് ഉണ്ട്. 42ൽ 1 ടൈമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 42 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 12 എന്ന് പറയാം. We can say that if one number is divisible by another, then the prime factorization of the second number is included in the prime factorization of the first number. ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞ കാര്യമാണ്. സെക്കൻഡ് നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ഫസ്റ്റ് നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? വൺ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ അനദർ എന്ന് പറയാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി ഇതിൻ്റെ ഫിഗർ ഇറ്റ് ഔട്ടുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.